പത്തിയൂർക്കാല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സൗഹൃദ കൂട്ടായ്മ റെസിഡന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പഠന ക്യാമ്പും പഠനോപകരണ വിതരണവും നടത്തി. ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് മെമ്പർ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. പത്തിയൂർക്കാല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സൗഹൃദ കൂട്ടായ്മ റെസിഡന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പഠന ക്യാമ്പും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. 2 ദിവസമായി നടന്ന പഠന ക്യാമ്പിൽ അഡ്വക്കേറ്റ് സനൽകുമാർ യോഗ ധ്യാന സദസ്സ് നടത്തി. ഏകാഗ്രതയും പഠനവും എന്ന വിഷയത്തിൽ ഷാൽമോഹൻ ക്ലാസ് നയിച്ചു. കുട്ടികളുടെ ശീലങ്ങളും ശീലക്കേടുകളും എന്ന വിഷയത്തിൽ നാസറുദ്ദീൻ രാമപുരം ക്ലാസ് നയിച്ചു. തുടർന്ന് നടന്ന പഠനോപകരണ വിതരണം പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് മെമ്പർ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. പത്തിയൂർക്കാല കേന്ദ്രീകരിച്ച് ആരംഭിച്ച സൗഹൃദ കൂട്ടായ്മ ഏതാണ്ട് 3-4 വാർഡുകളിലേക്ക് പടർന്നു പന്തലിച്ചിരിക്കുന്നു. സ്നേഹവും സാന്ത്വനവും സമന്വയിപ്പിച്ച് ഒരു പ്രദേശത്തിന് ആവശ്യമായിട്ടുള്ളത് എന്താണോ അതൊക്കെ നൽകിക്കൊണ്ട് മുഴുവൻ ജനതയും ജാതി മത വർണ്ണ വർഗ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വീകാര്യമായി നിലകൊള്ളുകയാണ്. അതിൻ്റെ 6-ാം വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് ഇന്നലെ വിവിധ തരത്തിലുള്ള യോഗ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠന ക്ലാസ്സുകളും ഇന്ന് ഏതാണ്ട് ഈ പ്രദേശത്തുള്ള മുഴുവൻ കുട്ടികൾക്കും LKG മുതൽ ഡിഗ്രി തലത്തിൽ വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും പഠന സാധനങ്ങൾ നോട്ട്ബുക്ക് അടക്കമുള്ളവ വിതരണം ചെയ്യുകയാണ്. ഇത് തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും യോഗ അടക്കമുള്ളവയ്ക്ക് ഒരു നിത്യം അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 അത് ആലോചിച്ചുകൊണ്ട് യോഗ അടക്കമുള്ള ക്ലാസ്സുകൾ തുടരുന്നതിനും ഈ സൗഹൃദ കൂട്ടായ്മയുടെ പ്രവർത്തകർ അതിനുള്ള ശ്രമം ആരംഭിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതാണ് പത്തിയൂർക്കാല കേന്ദ്രീകരിച്ചുള്ള സൗഹൃദ കൂട്ടായ്മ. യോഗ ഒരു വ്യായാമത്തിൻ്റെ ഭാഗം മാത്രമല്ല, ഒരു ധ്യാനം കൂടിയാണ്. ധ്യാനത്തിൻ്റെ ഇംഗ്ലീഷ് ആർക്കെങ്കിലും പറയാമോ? ധ്യാനത്തിൻ്റെ ഇംഗ്ലീഷ് കുട്ടികൾക്ക് ആർക്കെങ്കിലും? ധ്യാനം, മെഡിറ്റേഷൻ. ധ്യാനത്തിൻ്റെ യഥാർത്ഥ ഇംഗ്ലീഷ് മെഡിറ്റേഷൻ എന്ന് പറയും. യോഗ ധ്യാന പരിപാടിക്ക് ശേഷം ഒന്ന് നടന്നത് എന്താണെന്ന്, ശീലങ്ങളും ശീലക്കേടുകളും. ഏറ്റവും കൂടുതൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ശീലങ്ങളും ശീലക്കേടുകളും. N. സുകുമാരമുള്ള മുഖ്യപ്രഭാഷണം നടത്തി. പഠന ക്ലാസ്സിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. തുടർന്ന് സൗഹൃദ കൂട്ടായ്മ റെസിഡന്റ്സ് അസോസിയേഷന്റെ പരിധിയിൽ വരുന്ന പ്രദേശത്തെ വാർഡ് മെമ്പർമാരായ B. ഹരികുമാർ, L. ഉഷ, ദീപ, ജയ സതീഷ് എന്നിവരെയും പ്രൊഫസർ ജലാലുദ്ദീനെയും ആദരിച്ചു. യോഗത്തിൽ സൗഹൃദ കൂട്ടായ്മ റെസിഡന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി V. ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു. S. ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. വാമദേവൻ, മോഹൻകുമാർ, ശിവൻ, ഉണ്ണികൃഷ്ണൻ, രമ്യ കൃഷ്ണകുമാർ, ശ്രീലക്ഷ്മി, സുമിത്, ഷാജി, ദിനേശൻ, കരുണാകരൻ, അജയ് ഘോഷ്, ബാബു, അനിൽകുമാർ, ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.